പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 4 പേർ കൂടി പോലീസ് പിടിയിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 9 ഷെവീദ് റാവുത്തർ അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ വാർത്ത ഷെവീദ്, വിശദാംശങ്ങൾ. കേന്ദ്ര ആഭ്യന്തര ഇന്റലിജൻസ് അടക്കം വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരു കേസാണിത്. ആ കേസിലാണിപ്പോൾ ഈ പ്രതികളെ വളരെ വേഗം അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം. ഇന്നലെ 5 പേരെ പോലീസ് പിടികൂടിയിരുന്നു. വളരെ നാടകീയമായ സംഭവങ്ങളും അതേപോലെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലെ സംഘർഷത്തിനുമൊക്കെ ശേഷമാണ് ആ 5 പേരെ പിടികൂടിയത്. അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ മുതൽ ഈ സമയം വരെയുള്ള ഒരു നേരത്ത് 4 പേരെ കൂടി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഇന്ന് രാവിലെ നരുവാമൂട് സ്വദേശിയായിട്ടുള്ള കിരണും അനിലും അടക്കം പിടികൂടിയിരുന്നു. അതിന് പിന്നാലെയാണ് കോട്ടയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അമലിനെ അറസ്റ്റ് ചെയ്ത് ഇയാളെ കോട്ടയത്തെ ലോഡ്ജിൽ നിന്നുമാണ് പിടികൂടിയത്. കൂടാതെ വട്ടിയൂർക്കാവ് സ്വദേശിയായിട്ടുള്ള അനിൽകുമാർ എന്ന CPM പ്രവർത്തകനെ കൂടി ഇന്ന് വട്ടിയൂർക്കാവിലെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 10 പേരാണ് ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ചതെന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇവരുടെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ച് ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അൺലോഫുൾ അസംബ്ലിക്ക് ഏതാണ്ട് 300-ലധികം കണ്ടാലറിയാവുന്ന ആളുകളെ പ്രതി ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. വധശ്രമം, അതേപോലെ മാരകായുധങ്ങൾ ഉപയോഗിച്ച കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലടക്കമുള്ള വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.